കുട്ടനാട് കാവാലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകയായ എൽ.ബി. വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ നീതി തേടി പിതാവ് കേരള പദയാത്രാ വേദിയിൽ. കാവാലം സ്വദേശി തിലകനാണ് മകൾ ആതിരയുടെ മരണത്തിൽ നീതി തേടി മാവേലിക്കരയിലെ പദയാത്രാ വേദിയിലെത്തിയത്. ആതിരയുടെ മരണത്തിൽ ആരോപണ വിധേയനായ ഡിവൈഎഫ്ഐ നേതാവ് അനന്തുവിനെ CPM സംരക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് CPM പ്രവർത്തകനും കാവാലം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറുമായ തിലകൻ BJP സംസ്ഥാന അധ്യക്ഷനെ കാണാൻ എത്തിയത്. മകളുടെ മരണത്തിൽ നീതി തേടി അലയുകയാണ് ഈ മാതാപിതാക്കൾ. കഴിഞ്ഞ മാസം 5-നാണ് ഇവരുടെ മകൾ ആതിരയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആതിരയുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന കാവാലം സ്വദേശിയും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുമായ അനന്തു വീട്ടിൽ വന്നു പോയതിനു ശേഷമാണ് ആതിര ആത്മഹത്യ ചെയ്തത്. മകളുടെ മരണത്തിന്റെ കാരണം അനന്തുവിന് കൃത്യമായി അറിയാമെന്ന് കാട്ടി തിലകൻ കൈനടി പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അനന്തുവിനെ ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. അനന്തു ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അനന്തുവിനെ സംരക്ഷിക്കുന്നത് CPM ആണെന്ന് തിലകൻ പറയുന്നു. CPM ഭരിക്കുന്ന CPMന്റെ ആളെന്ന നിലയിൽ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിൽ ഒരു പ്രതിയെ പിടിക്കാൻ പണ്ടേ സാധിക്കുമല്ലോ. ഇന്നിപ്പോൾ 35-36 ദിവസമായി. ഇത്രയും ദിവസമായിട്ടും ഒരു ഇഞ്ച് പോലും പോലീസിന് മുന്നോട്ട് നീങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അത് സമ്മർദ്ദം ഉണ്ടായിട്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർട്ടിയുടെ സംരക്ഷണമുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഒരു കാരണവശാലും ഇത്രയും ദിവസം നീണ്ടുപോകത്തില്ല. എവിടെ പോയാലും വിളിച്ചാൽ പിടിക്കാവുന്ന കേരള പോലീസാണ്. പക്ഷേ ഇത് സമ്മർദ്ദങ്ങളുടെ വളരെ നമ്മളെ എല്ലാം ചെയ്യുന്നുണ്ടെന്നെല്ലാം പറയുന്നു. ആ രീതിയിൽ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ, മറ്റ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. CPM പ്രവർത്തകനും കാവാലം മുൻ പഞ്ചായത്ത് അംഗവുമാണ് തിലകൻ. മകളുടെ മരണം സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി R. നാസറിന് പരാതി നൽകിയിരുന്നു. എങ്കിലും ഒരു ഫോൺ കോളിൽ പോലും അന്വേഷണം ഉണ്ടായില്ല. ഞാൻ ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്തു. ഞാൻ പാർട്ടി അംഗമെന്ന നിലയിൽ പാർട്ടിക്കകത്ത് നിന്ന് എൻ്റെ മോളും അതിനകത്ത് വേണ്ടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഞങ്ങളെ ആരും അറിയിക്കാഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മറുപടി വേണമല്ലോ എന്ന് കണക്കൂട്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ 25-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. 10-12 ദിവസമായി. എൻ്റെ ഫോൺ നമ്പർ അടക്കം വെച്ചാണ് പരാതി കൊടുത്തത്. ആ ഫോൺ നമ്പറിലെങ്കിലും വിളിച്ച് എന്താ എന്നൊന്ന് ചോദിക്കാൻ പോലുമുള്ള മാനസികാവസ്ഥ ഇല്ലാത്ത പാർട്ടിയാണ്. ഒരു കുട്ടനാട്ടിലെ പാർട്ടി തിരക്കിയിട്ടില്ല. ജില്ലാ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ട് ജില്ലാ നേതൃത്വം തിരക്കിയിട്ടില്ല. എന്താന്ന് ഇതുവരെ വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. ഒരു ഫോൺ കോളിൽ പോലും വിളിച്ചു ചോദിച്ചിട്ടില്ല. മകളുടെ മരണത്തിൽ തനിക്കൊപ്പം നിൽക്കേണ്ട പാർട്ടി ആരോപണ വിധേയനായ യുവാവിനെ സംരക്ഷിക്കുകയാണെന്നും നീതി തേടിയാണ് BJP സംസ്ഥാന അധ്യക്ഷനെ കണ്ടതെന്നും തിലകൻ പറഞ്ഞു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്ര ഇന്നലെ മാവേലിക്കര ചെങ്ങന്നൂരായിരുന്നു. മാവേലിക്കര അതിൻ്റെ ഒരു സൗഹൃദ സദസ്സ് പരിപാടി ഉണ്ടായിരുന്നു രാവിലെ 10:00. അപ്പോൾ അവിടെ ഞാൻ ചെന്ന് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ വിഷയം ഞാൻ ഇന്ന കണക്കാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പരിപാടി തീർന്നതിന് ശേഷം ഞാനുമായിട്ടിരുന്ന് കുറച്ചു നേരം സംസാരിച്ച കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയപ്പം അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ പാർട്ടി ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ആലപ്പുഴ സെഷൻസ് കോടതിയിൽ അനന്തു നൽകിയ ജാമ്യാപേക്ഷ 2 തവണയും കോടതി തള്ളി. തുടർന്ന് ഇയാൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഊർജിതമായി അന്വേഷിച്ചിട്ടും പാർട്ടി സംരക്ഷണയിൽ കഴിയുന്ന ഡിവൈഎഫ്ഐ നേതാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നാണ് കൈനടി പോലീസ് പറയുന്നത്. അതേസമയം അനന്തുവിനെ പിടികൂടുന്നതുവരെ ശക്തമായ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് ആലപ്പുഴയിലെ BJP നേതൃത്വം. ജനം, ആലപ്പുഴ.